thought we could be here forever. Now it seems that we're lost in a memory. I've been waiting for excuses. I don't really wanna lose this. Been lying to myself. Girl, you know that I've been through this. Waves of crashing, scars and bruises. I don't think that I can do this. I don't think that. Okay, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് ഇടച്ചുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ സ്ഥിരമുള്ളവർ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കളമശ്ശേരി ഏരിയ ആണ്. നമ്മളിപ്പോൾ വന്ന എടപ്പള്ളിയിൽ നിന്ന് കളമശ്ശേരി റൂട്ടാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് വേറെ ഒരു കപ്പിൾസ് വന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂടെ തന്നെ ഉള്ളതാണ് ബിബിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വാറോൺ വേർഷൻ 4 ബ്ലാക്ക് വരുന്നത് വേറൊരു പുള്ളിക്കാരൻ നമ്മുടെ കൂടെ ഇല്ലേ. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ മൂന്നാർ ഒരു സ്റ്റേ ഒക്കെ എടുത്തപ്പോഴേക്ക് പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയിലേക്ക് പിന്നെയും പുള്ളി തന്നെയാണ് നമ്മുടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എറണാകുളത്ത് നിന്ന് ജോയിൻ ചെയ്യുന്നില്ല, നമ്മൾ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ജോയിൻ ചെയ്യുന്നത്. സ്ഥലമൊക്കെ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ലൊക്കേഷൻ എടുക്കട്ടെ. ഫസ്റ്റ് തെങ്കോട് ഉപ്പുക്കുഴി റോഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഏതിനറിയാം ഈ സ്ഥലമൊക്കെ എവിടെയൊക്കെയെന്ന്. എന്തായാലും ഗൂഗിൾ മാപ്പ് ചെയ്യുന്നതാ. അതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരെയും അവസ്ഥ. അപ്പോൾ അതെ ഗൂഗിൾ മാപ്പ് ഇടുന്നു. 55 കിലോമീറ്ററാണ് ഇവിടെ കാണിക്കുന്നത്. 1 മണിക്കൂർ 19 മിനിറ്റ്. ഓക്കെ, ഗ്രീൻ സിഗ്നൽ വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ഈ പറഞ്ഞ ഹോട്ടലിലേക്ക് പോകാം. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അവൻ എൻ്റെ അടുത്ത് വന്ന് കണക്ട് ചെയ്യും. പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ ഇട്ട് നല്ല പൊളിച്ചടുക്കി പോവാം. ഓക്കെ, അപ്പം ഇവിടുത്തെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഭയങ്കര ബോറായി പോകും. ഉള്ള കാര്യം പറയാമല്ല. എറണാകുളത്തെ ഒന്നുമില്ല കാണാൻ. കുറേ ഫ്ലാറ്റ്, ഫ്ലൈ ഓവർ ഇതുണ്ടോ, മേടിക്കട മെട്രോ പോകുന്നു. പിന്നെ കുറേ പെണ്ണുങ്ങൾ ഇതിനോട് സൈഡിൽ കൂടെ ഒക്കെ പോവും. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ. കണ്ടോ, നമ്മളിങ്ങനെ വണ്ടി കൊണ്ടിടുമ്പോഴേക്ക് കണ്ടോ കുറേ ആൾക്കാരൊക്കെ അതിങ്ങനെയൊക്കെ നോക്കും. അപ്പോൾ അതൊക്കെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ. നമ്മളൊരു വണ്ടി നല്ലൊരു ഹെൽമെറ്റും ഒരു ക്യാമറ ഉണ്ടെന്നുണ്ടല്ലോ, മിക്ക പെണ്ണുങ്ങൾ നല്ല നോക്കാം. ചുമ്മാ തമാശ പറഞ്ഞല്ലോ. ഓക്കെ ഓക്കെ, ആ മാട്രിക്സ് റൈഡേഴ്സ് ക്ലബ്. ഓക്കെ, സബ്സ്ക്രൈബ് അടിച്ചോ. ഓക്കെ ഓക്കെ, സീ യു സൂൺ. ഓക്കെ, അങ്ങനെ നമ്മളിത് ഇവിടുത്തെ ഹോട്ടലിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങി നൈസായിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. നല്ല ചൂട് മസാല ദോശയും നല്ല മൊരിഞ്ഞ് വീഴുന്നവരെയും നല്ല കോഫിയും ഒക്കെ കുടിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് സെറ്റായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഏകദേശം സമയം ഉച്ചയായി. അപ്പോൾ വൈകുന്നേരത്തിനുള്ളിൽ ഞങ്ങൾക്ക് അവിടെ എത്തണം. കാരണം ഞങ്ങളിപ്പോൾ പോകുന്ന പ്ലേസ് വളരെ വളരെ പക്ക വണ്ടർഫുൾ പ്ലേസാണ്. കല്യാണം കഴിച്ച അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസാണ്. ഫാമിലി ആൾക്കാർക്കും പോകാൻ പറ്റും. അവിടെ തന്നെ വേറെ സ്റ്റേ ഉണ്ട്. കഴിഞ്ഞ വട്ടം നമ്മൾ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് പോയപ്പോഴേക്ക് ഞാൻ ഒരു സ്റ്റേ ബ്ലൂ ബെൽസ് എന്നിട്ട് സ്റ്റേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കിയാൽ മതി. ഫാമിലി ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കപ്പിൾസ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് അങ്ങനെയൊക്കെ പോകുന്നവർക്ക് പറ്റിയ അടിപൊളി പ്ലേസാണ്. സ്ട്രോബെറി തോട്ടങ്ങളും അങ്ങനെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി ഫീലാണ്. -2 ഡിഗ്രി വരെ അവിടുത്തെ ടെമ്പറേച്ചർ എത്തുമെന്നാണ് അവിടെ താമസിക്കുന്ന ഒരു പുള്ളിക്കാരനെ എറണാകുളത്ത് ചായ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പൂപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം. അപ്പോൾ അതൊക്കെ സത്യമാണോ അല്ലേ ഒന്നും എനിക്കറിയില്ല. അന്വേഷിച്ച ആൾക്കാരെല്ലാവരും പറഞ്ഞത് അങ്ങനെയാണ്. രാത്രി ആകുമ്പോൾ നല്ല കട്ടിയുള്ള ഡ്രസ്സും കാലൊക്കെ ഇട്ടുകൊണ്ട് പൊക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഫ്രീസായി പോകും എന്നാണ് പറഞ്ഞത്. സോ നമുക്ക് നോക്കാം. സോഴ്സടിക്കട വെള്ളച്ചാട്ടം അങ്ങനെ വളരെ വണ്ടർഫുൾ പ്ലേസാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. കയറി സെറ്റായിട്ടിരിക്കും കേട്ടോ. ഈ വണ്ടിയൊക്കെ അങ്ങോട്ട് കയറാനുള്ളതാണ്. യെസ്, കിട്ടിയാ? സെറ്റാണോ? സെറ്റ് സ്റ്റേ ഉണ്ട്. ആ ഓക്കെ, അപ്പോൾ ഇതാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നേരെ അങ്ങോട്ട് ഞങ്ങൾ കയറാൻ പോകാം കേട്ടോ. ഇനിയാണ് മെയിൻ സാധനം. ഇത് കണ്ടോ, ഒന്ന് കാണിച്ചു തരാം. സൂം ചെയ്താണ് നോക്കിയോ. വെൽക്കം വട്ടവട ഗ്രാമപഞ്ചായത്ത് ദ വിൻ്റർ
പിന്നെ ഇടയ്ക്ക് എന്തോ കുറേ ലെറ്റർ ഉണ്ടായിരുന്നു, അത് പോയി. എന്തോ സംഭവം വില്ല്. ഓക്കെ. അപ്പോൾ ഇത്രയും ജീവികൾ എല്ലാം ഇതിനകത്ത് കാണും എന്നൊക്കെയാണ് പറയുന്നത്. സ്ട്രോബെറി എന്തായാലും നമുക്ക് വല്ല തോട്ടത്തിൽ കയറി പറിച്ച് തിന്നണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പാസ് ചെയ്യട്ടെ. പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്റ്റോപ്പൊന്നുമില്ല. ഇവിടെ സ്റ്റേ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്റ്റേ ഇല്ലെന്നുണ്ടെങ്കിൽ 6 മണിക്കുള്ളിൽ തിരിച്ചിങ്ങോട്ട് ഇറങ്ങണം. അതാണ് എൻ്റെ ഒരു രീതി. ഓക്കെ. അപ്പോൾ 6 മണിക്കുള്ളിൽ തിരിച്ച് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇച്ചിരി കൂടെ നേരത്തെ ഇറങ്ങണം. രാവിലെ ഇതിനപ്പുറത്ത് കയറിയാലേ നമുക്ക് 6 മണിക്കുള്ളിൽ തിരിച്ചിറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളെന്തായാലും സ്റ്റേ ഉണ്ട്, അതുകൊണ്ട് സീനില്ല. സ്റ്റേ ഒക്കെ എടുത്ത് നാളെ ഞങ്ങൾ റിട്ടേൺ വരത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നേരെ വിട്ടേക്കാം. 5 കിലോമീറ്ററിലേക്കോ? 5 കിലോമീറ്ററോ? ഓക്കെ. ഓക്കെ. അപ്പോൾ അതെ നമ്മുടെ ചെക്ക് പോസ്റ്റിനുള്ളിലോട്ട് കയറി. സ്പീഡ് ലിമിറ്റ് 30 km/h. നമ്മുടെ കണക്ക് 30 × 2 60 km/h. ഓക്കെ, സെറ്റ്. എടാ സ്പീഡ് ലിമിറ്റ് 30 km കേട്ടോ. അപ്പോൾ 30 × 2 ആണോ? ഓക്കെ. ആ, ഈ പ്രാവശ്യം വല്ലതും കാണാൻ പറ്റുമോ പൂച്ചനെ? എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മൊത്തം ടെൻഷൻ എന്തുണ്ടെങ്കിലും, ജോലിയുടെ ഇതാണെങ്കിലും, ജോലിയുടെ ആ ഒരു ടൈറ്റ്നസ് ആണെങ്കിലും എന്താണെങ്കിലും, ഇതേപോലത്തെ ഏരിയയിലൊക്കെ മന്ത്ലി വൺസെങ്കിലും ഒരു ട്രിപ്പ് പോകണം, ഒരു റൈഡ് പോകണം. ബൈക്ക് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുക. കാരണം ഒരു നാച്ചുറൽ ഫീലുണ്ട്. ഇതുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന ഓരോ ടൈമിലുള്ള നമ്മുടെ ഫീല്. പിന്നെ ഇതിൻ്റെ കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ കിട്ടുമ്പോൾ ഇതിനകത്തൊക്കെ ഇറങ്ങുമ്പോഴേക്കും ഇതേപോലെ കയ്യിൽ രണ്ടുന്ന് പാടൊക്കെ വരും. ഇങ്ങനെ കുറേ അനുഭവങ്ങൾ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് സിനിമ കാണുന്നവരല്ല ബൈക്ക് ഓടിക്കുന്നത്. ബൈക്കിൽ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഫീൽ തന്നെയാണ്. വേളി രണ്ടുപേരെ പിടിച്ചിരിക്കുമോ നോക്കി, ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ആടി കളിക്കുമോ. എന്താ സുഖം. വാ. ഓക്കെ, ഇവിടെയാണ് ഞങ്ങളുടെ സ്ഥലം. ഓ നൈസ്. ഫോട്ടോ എടുക്കാം കേട്ടോ. ബിബി വാ. മൺ ഹൗസ് വേണ്ട, ഇതൊക്കെയുള്ള ഹട്ട്സാണ്. ആണോ? ആർക്കെ ആദ്യം പോകുന്ന ആൾക്ക് വെച്ച് സൂക്ഷിച്ചേ, ഒടിഞ്ഞു പോവും. ഇതെനിക്ക് ഇത് നൈസാണ്. ഇവിടെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വെള്ളച്ചാട്ടം ഉണ്ട്. നിക്ക് ഇതൊന്ന്. അപ്പം ഞങ്ങളിതേ 3 പേര് 3 ഹട്ടം എടുക്കുക. ഇവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയാ? സെറ്റ്
ചുറ്റിനുണ്ടോ? അപ്പൊ ലച്ചു നീ അടുത്തോട്ട് വെക്കോ, ഞാൻ വലത്തോട്ട് പോവാ, നീ അങ്ങോട്ട് അങ്ങോട്ട് വെക്കൂ. അതെ, ഇവിടെ ക്യാമ്പ് ഫയർ കിട്ടും. കനലായി കഴിയുമ്പോൾ ഗ്രില്ല് കടിക്കാം. നൈറ്റ് ആഹാ, നമ്മുടെ ഹട്ടിൻ്റെ അപ്പുറത്തെ സ്റ്റേ. അടിപൊളി. മുള്ളുണ്ടോ? ഓക്കെ ഓക്കെ. മറ്റേ ചെടി, മറ്റേ മുള്ളു വരുന്ന ചെടിയില്ലേ, നോക്കി. ഇത് റിസ്ക് ആയതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല താഴ്ചയുണ്ട്. അങ്ങോട്ട് പോകണോ? അങ്ങോട്ട് വെള്ളത്തിലിറങ്ങാം. ഇവിടെ അവിടെ വഴിയുണ്ട്. പിന്നെ താഴ്ച പോകണമെങ്കിൽ നമുക്ക് താഴ്ച കൂടി ഇറങ്ങാം. ഇതിൻ്റെ ഇതുവരെ അല്ല ചേട്ടാ, താഴ്ച ആ ടാങ്ക് ഉണ്ടല്ലോ, അവിടെ നിന്ന് താഴ്ച ഒരു വലിയൊരു വെള്ളച്ചാട്ടം. ഓഹോ, നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. ആ, ഇവിടെ അവിടെ വേണേ ഇരിക്കാം, അവിടെ വേണേ ഇരിക്കാം. പക്ഷെ രാത്രി ആയതുകൊണ്ട് ഇച്ചിരി ഡേഞ്ചറാണ്. അതാണ്. അവിടെ ഇറങ്ങാൻ പറ്റുമോ? അത് തെന്നി കിടക്കുമായിരിക്കും അല്ലേ? നമുക്ക് ഇരിക്കാതെ മാക്സിമം ആ കല്ലേക്ക് വെക്കാം. അതിൻ്റെ അപ്പുറത്തോട്ട് പോകാം. ചെറിയൊരു കുഴിയുണ്ട്, അവിടെ മാത്രം പോകാതിരുന്നത്. അങ്ങോട്ട് പോകാം. ബിബി ഇതെല്ലാം കണ്ട അവിടെ ഇറങ്ങാൻ പറ്റില്ല. അതാ പറഞ്ഞ പുള്ളി, അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റും, പക്ഷെ കുഴിയുണ്ടോ. വേറൊരു സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത സ്ഥലം? നൈസല്ലേ? ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാതെ. ഇതിനും കൂടി ഇറങ്ങാൻ പറ്റുമോ? ഓക്കെ, അവിടെ വേണമെങ്കിൽ അവിടെ പോവാം അല്ലേ? ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു സ്പോട്ടുണ്ട്. ഈ ഏരിയ മൊത്തം ഇതേപോലെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞങ്ങൾ ആ അടുത്ത ടെൻറ്റ് സ്റ്റേ ഇല്ലേ, അവിടുത്തെ നൈറ്റത്തെ വൈബ് ഇങ്ങനെ കേട്ടോ. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങളുടെ എൻ്റെ ഹട്ട്. ഇതെല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ ചെറിയ ചെറിയ ലൈറ്റൊക്കെ ഉണ്ട്. അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഓണാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും കൊള്ളാം, നൈസ് വൈബ്. നേരെ ഞങ്ങൾ പുറത്ത് പോകണം, ഫുഡ് കഴിക്കണം. ഇവിടുത്തെ സ്ട്രോബെറിയുടെ വൈനുണ്ട്, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും. ഇതെല്ലാം കഴിയുമ്പോൾ കൊണ്ട് ബാലൻസ് നോക്കണം. പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടെങ്കിൽ പെട്രോൾ അടിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ വീട്ടിൽ എത്തും. അതൊക്കെയാണ് പ്ലാൻ. ഓക്കെ, പിന്നെ 1 കിലോ സ്ട്രോബെറി, ഇവിടുത്തെ പച്ച സ്ട്രോബെറി, പഴുത്തത്, സോറി, ഇവിടുത്തെ പഴുത്ത സ്ട്രോബെറി. നൈറ്റ് ട്രെയിനിലുള്ള